ഹായ് മക്കളെ, നിങ്ങൾ SSLC റിസൾട്ട് ഇപ്പം അടുത്ത് വരാനിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഒരുപാട് കുട്ടികൾ എനിക്ക് പേഴ്സണലി വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ, എനിക്ക് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പഠിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എന്തായാലും പഠിച്ചിട്ട് ഡോക്ടറാവും, IIT പഠിക്കും, പക്ഷെ എൻ്റെ പാരൻസിന് എന്താണ് ഫിനാൻഷ്യലി അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്ന കുറേ കുട്ടികൾ. അതേപോലെ തന്നെ ഈവൻ ഓൺലൈൻ കോഴ്സിൽ പോലും, ഓൺലൈൻ ട്യൂഷന് പോലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഇല്ലാത്തത് കാരണം ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾ ഇപ്പോൾ SSLC കഴിഞ്ഞ് +1 പോകുന്നുണ്ട് അല്ലേ. പക്ഷേ മക്കളെ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ +1 അതിപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ സ്കൂളിൽ ചേർന്നിട്ട് എഡ്യൂപോർട്ടിൻ്റെ ഓൺലൈൻ ട്യൂഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും 100% ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ അതിനെ സ്നേഹത്തോടെ വിളിക്കുന്നത് ESAT എന്നാണ്, എഡ്യൂപോർട്ട് സ്കോളർഷിപ്പ് ആൻഡ് അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ളത്. ആൻഡ് ഈ സ്കോളർഷിപ്പിൽ എന്താണ്, നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ മക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ NIT IIT പോലത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് നല്ലൊരു ജോലി കരസ്ഥമാക്കണം, ഗൂഗിളും ആപ്പിളും മൈക്രോസോഫ്റ്റ് പോലത്തെ സ്ഥാപനത്തിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എഡ്യൂപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ആ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 വർഷം കഠിന പ്രയത്നത്തിൽ ഏർപ്പെടാം. അതിന് 100% ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷനാണ്. ഇനി അതല്ല നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ നാട്ടിലുള്ള സ്കൂൾ പഠിച്ചിട്ട് ഓൺലൈനായിട്ട് ട്യൂഷൻ മതി സാർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 സയൻസിൻ്റെ ബോർഡ് എക്സാം ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈവൻ നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ, ചുരുക്കി പറഞ്ഞാൽ +1 നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഓൺലൈൻ ട്യൂഷൻ എഡ്യൂപോർട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ESAT. ആൻഡ് ESAT വരുന്നത് 2025 മെയ് 6 ESATൻ്റെ എക്സാം വരുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും 100ഓളം സെൻറ്ററുകളിലായിട്ടാണ് ESAT നടത്താൻ പോകുന്നത്. ഓഫ്ലൈൻ എക്സാം ആണ്. മെയ് 6 നിങ്ങൾ ഫ്രീ ആണെങ്കിൽ, നിങ്ങൾ ഫ്രീ ആവണം, ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ESAT രജിസ്റ്റർ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ 1 by 1 പറയും. ചുരുക്കി പറഞ്ഞാൽ +1 നിങ്ങൾക്ക് 100% ഫ്രീ ആവും. ആൻഡ് എങ്ങനെയാണ് നമ്മുടെ സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ, ESATലെ ആദ്യത്തെ 10 റാങ്കുകാർക്ക് ഞങ്ങൾ 100% അക്കമഡേഷനും ഫുഡും അക്കമഡേഷൻ അടക്കം, ഓഫ്ലൈൻ ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിൽ ഫുഡും അക്കമഡേഷൻ അടക്കം ഫ്രീ ആണ്. ഇനി ഓൺലൈനാണ് 100% ഫ്രീ ആണ്. ഇനി ആദ്യത്തെ 50 കുട്ടികൾക്കോ 11 മുതൽ 50 വരെയാണ് നമ്മുടെ റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് 100% കോഴ്സ് ഫ്രീ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഓൺലൈന് ഫുള്ള് ഫ്രീ ആണ്. ഇൻ്റഗ്രേറ്റഡ് ആണ്, ഹോസ്റ്റൽ ഫീ മാത്രം അടച്ചാൽ മതി. അങ്ങനെ എന്താണ്, 5000 വരെ വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തരാൻ നമ്മൾ തയ്യാറാണ്. ഒരൊറ്റ കാര്യം മാത്രം, 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കുറച്ച് ചാപ്റ്റേഴ്സ്, അതിൻ്റെ ചാപ്റ്റർ ലിസ്റ്റൊക്കെ എന്ത് ചെയ്യും, നമ്മൾ തരുന്നതായിരിക്കും. മെയ് 6 ഒന്നും കൂടി ഒന്ന് പൊടി തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ പലരെയും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെ ഓൺലൈൻ കോഴ്സിന് കാണാൻ പറ്റും. സോ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് എടുക്കുക. അടുത്ത 10-12 ദിവസം സീരിയസ് ആയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 100% ഫ്രീ ആയിട്ട് എഡ്യൂപോർട്ടിൻ്റെ കൂടെ പഠിക്കാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ESAT രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പം തന്നെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ചെയ്യുക. അപ്പം ബൈ.